എനിക്ക് ഒരുപാട് സൈബർ അറ്റാക്ക് ഉണ്ടായി. അപ്പോഴും ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിട്ട് തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ കുറേ കൂടി സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇനി ആരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എന്നെ അതൊന്നും ഏക്കത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞുകൊണ്ടല്ലോ, ഞാൻ ഭയങ്കര പാവമാണ്. ഞാൻ എന്നെ പോയിട്ട് പറയാമല്ല. കാര്യം എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫാമിലിയൊക്കെ ഭയങ്കര പാവങ്ങൾ, ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് പേഴ്സണാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഇനി ഒരു പ്ലാറ്റ്ഫോമും കിട്ടത്തില്ല, അത് കിട്ടത്തില്ല, ഇത്. അപ്പം എനിക്കൊരു ആഗ്രഹവും വാശിയും. ഓക്കെ, എനിക്ക് എന്തെങ്കിലും ബിഗ് ബോസ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായിരിക്കും, നല്ലതായിരിക്കത്തില്ലേ? എനിക്ക് ഞാൻ ആരാണെന്ന് അറിയാം. പിന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിനും അറിയാം അവരുടെ ഓരോരുത്തരുടെ അടുത്തും ഞാൻ എങ്ങനെയായിരുന്നു ബിഹേവ് ചെയ്തതെന്നുള്ളത്. അപ്പൊ അതിനിയും പുറത്ത് വന്നിട്ട് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ ഇന്റർവ്യൂസ് കൊടുത്തില്ല. ആൾക്കാർക്ക് അറിയില്ല, ലൈക്ക് ഒരാളെ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡിൽ സോഷ്യൽ മീഡിയയിൽ റീൽസിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കാണുന്നത് വെച്ചിട്ടാണ് ഒരാളെ ജഡ്ജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഷോ നടന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നോ അല്ലെങ്കിൽ എന്താണ് സത്യാവസ്ഥയെന്ന് മനസ്സിലാക്കാൻ ആൾക്കാർ തയ്യാറല്ല. ദ റിയാലിറ്റി ബൈ ഷാരികയിൽ ഇന്ന് എന്നോടൊപ്പം എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് വന്നിരിക്കുന്നത്. കുറേ നാളത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് ആ ഗസ്റ്റ് ഞാൻ എൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും അതോടൊപ്പം അവരെ അറിയാവുന്നവർക്ക് ഒരുപാട് പ്രിയപ്പെട്ടവളും സ്ട്രെയിറ്റ് ഫോർവേഡും വളരെ ലവബിളുമായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇത്രയും ഗെറ്റപ്പ് എന്തിനാണ് ഇയാൾക്ക്? തീർച്ചയായിട്ടും ഗെറ്റപ്പ് വേണം. കാരണം അങ്ങനെ ഒരാളെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. യെസ്, ദ റിയാലിറ്റി, ദ റിയൽ ശൈത്യ സന്തോഷ്. മൈ ഫ്രണ്ട്, മൈ കൊളീഗ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. അങ്ങനെ വിശേഷം? എന്തുണ്ട് വിശേഷം? ഞാനല്ലേ ചോദിക്കേണ്ടത്. നോക്കൂ, എത്ര സ്മാർട്ടായിട്ടാണ് താനിരിക്കുന്നത്. സുന്ദരിയായല്ലോ. നിങ്ങളെ കൊണ്ടുണ്ടല്ലോ. ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം പറയുന്നത്? എൻ്റെ ഉള്ള സൗന്ദര്യം കൂടി പോകും. അങ്ങനെയല്ല, നിന്നെ ബിഗ് ബോസിൽ വെച്ചപ്പോൾ നീ ഇതല്ലായിരുന്നല്ലോ. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ സാധാരണ ആൾക്കാരൊക്കെ ചതഞ്ഞ് ഞാനൊക്കെ വേറെ ലെവലായിരുന്നു. എല്ലാവരും കോഞ്ഞാട്ടയായി പോയെന്നുള്ളതാണ് സത്യം. പക്ഷെ എങ്ങും പ്രത്യക്ഷപ്പെടാതെ നീ വീട്ടിലിരുന്ന് സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു തരത്തില്ല. അയ്യോ, എല്ലാവരും ഭയങ്കര ഇതായിട്ട് പോകുമ്പോൾ ഞാൻ അടിപൊളി ഗെറ്റപ്പ് ആയിട്ടിരിക്കണം. സത്യം, കഴിഞ്ഞ ദിവസം എവിടെയോ കൊച്ചിയിലെങ്ങാണ്ട് നിന്നൊരു സ്കൂട്ടറിന്റെ അടുത്താണ് ഒരു ഫോട്ടോ ഉണ്ട്. ഞാൻ തന്നെ അത്ഭുതവഹയായിപ്പോയി. ഇത്ര സുന്ദരിയായോ നീ? എന്ത് എന്തായാലും മതി, സ്വർണ്ണ ഇത്രയും പൊക്കിയത് പോരാ. അപ്പൊ എന്താണ് പരിപാടി? എന്ത് ചെയ്യുന്നു ഇപ്പോ? ഞാനിപ്പോൾ സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് ഇപ്പം എൻ്റെ വീട്ടിലിരിക്കുന്നു. അല്ലാതെ ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. നമ്മുടെ വക്കീൽ പ്രാക്ടീസ്? അതെ, പ്രാക്ടീസിന് പോകുന്നുണ്ട്. ഞാൻ കണ്ടിരുന്നു ഫോട്ടോ ഒക്കെ. പിന്നെ ജുഡീഷ്യൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെ വളരെ ബിസിയാണ്. എൻ്റെ കുറച്ച് ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വഴിയേ വരും. പറയുന്നില്ല, ആള് ഭയങ്കര ബിസിയാണ്. അപ്പൊ ഈ ആൾക്കാരൊക്കെ വെറുതെ വിളിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ? അവർക്ക് ഒരു സമയമില്ലാതെ അവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ വഴിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ശൈത്യ ഒളിവിലാണ്. ശൈത്യ ഇന്റർവ്യൂ കൊടുക്കുന്നില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ക്യാമറയുടെ എന്തെങ്കിലും അലർജി ഉണ്ടോ? എനിക്കൊരു അലർജി ഇല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സോഷ്യൽ മീഡിയയിലും ഉണ്ടല്ലോ. ഇതിപ്പോ നമ്മളൊരു ഇന്റർവ്യൂ ആയിട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പ്രേക്ഷകരോട് പറയുകയാണ്. കാരണം എനിക്ക് ബിഗ് ബോസിന് മുമ്പ് ഞങ്ങൾ ഒരിക്കൽ കണ്ടു. ബിഗ് ബോസിൽ അകത്ത് വെച്ച് ഞങ്ങൾ കണ്ടു. പക്ഷെ അന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് റാപ്പോ. തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ ഒരിക്കലും ഒരു ക്ലൂ പോലും കൊടുത്തിട്ടില്ല അല്ലേ? നമ്മളന്ന് വാരനാട് അമ്പലത്തിൽ വെച്ച് ഞങ്ങൾ പരസ്പരം ഫാമിലി കണ്ടപ്പോഴും ഞങ്ങൾ ഫസ്റ്റ് കാണുന്ന തന്നെ ചേർത്തലയിലെ വാരനാട് അമ്പലത്തിൽ വെച്ചിട്ടാ. അപ്പോൾ എനിക്കറിയാം ഷാരിയ ചേച്ചിനെ കുറെ ആദ്യമായിട്ടുള്ള ശാരിക ചേച്ചി വിളിച്ചു. ഇല്ല എന്റെ ഷാരു എന്നൊക്കെ വിളിക്കുമ്പോ ഒരു വല്ലാത്തൊരു ഇത്. ഓക്കെ, ഷാരുവിനെ കണ്ടപ്പോ, അതായത് അമ്പലത്തിൽ വെച്ചിട്ട് കണ്ട സമയത്തുണ്ടല്ലോ, എനിക്കറിയാം പ്രഡിക്ഷൻ നാട്ടുകാരോട് പറയരുത്. ഫുൾ മറ്റേ ദേവീനെ ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ള രീതിയിൽ ഫുൾ പൂജ, പൂ കൊടുക്കുന്ന, അത് കൊടുക്കുന്ന. അപ്പൊ അമ്മയ്ക്ക് ടെൻഷനായി. ഓൾറെഡി എന്റേത് ഫിക്സ് ആയിട്ടിരിക്കുമായിരുന്നു, ഷാരുൻ്റെതും ഫിക്സ് ആയിട്ടിരിക്കും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല. അപ്പൊ ഷാരു ആണെങ്കിൽ ഫുൾ ഇങ്ങനെ കുറെ പൂവൊക്കെ കൊണ്ടു കൊടുക്കുന്നു. അമ്മയ്ക്ക് അത് ടെൻഷനായിട്ട് അമ്മയും കൊണ്ടുപോയി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ദീപാരാധനയുടെ സമയത്തുണ്ടല്ലോ, ഷാരു ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ കുറച്ച് ബാക്കിലാട്ടോ, ഇപ്പുറത്തെ സൈഡിലായിട്ട്. അപ്പോഴേക്കും അമ്മ പറഞ്ഞു, ദേ ഷാരിക ഫ്രണ്ടിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നു, നീയും പോയി ഫ്രണ്ടിൽ നിന്ന് ദേവി കാണുന്നത് നമ്മുടെ അല്ലേ? ഓ, അതൊരു വല്ലാത്ത ഇതായിരുന്നു. പിന്നെ ഞങ്ങൾ പ്രദക്ഷിണം വെച്ച് വന്നപ്പോഴാണ് ശൈത്യയുടെ മമ്മിയാണ് എന്നോട് ഒന്ന് സംസാരിക്കുന്നത് ആദ്യമായിട്ട്. മനസ്സിലായോ? അപ്പൊ ഞാൻ ആന്റിയെ കണ്ടിട്ടുണ്ട് ഇതിലൊക്കെ, CCTV. അപ്പൊ നിന്നെ മുഖം അത്ര എനിക്ക് ഫെമിലിയർ ആയിട്ട്, മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ജാടയൊക്കെ
പേരൊക്കെയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ തെറ്റിച്ച് പേരെങ്ങാനും ഞാൻ അമ്മയോട് പറഞ്ഞമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ചൈത്യനെ പുച്ഛഭാവത്തിൽ ഇവളേതറാ എന്ന മട്ടിൽ. പക്ഷെ ഞാൻ ശരിക്കും ഞെട്ടിയത് ബിഗ് ബോസ് എൻട്രിയില്ല. അകത്ത് കയറി കഴിഞ്ഞപ്പോ എന്നെ മനസ്സിലായെന്ന് ചോദിച്ചൊരു മഞ്ഞക്കുരുവിയായിട്ട് എൻ്റെ ഇടയ്ക്ക് പുറയോദിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ ശരിക്കും സ്തബ്ധയായി പോയതുള്ളതാണ് സത്യം അല്ലേ. പക്ഷെ നമുക്ക് അവിടെ നല്ല റാപ്പോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. നീ വളരെ ദുഷ്ടന്മാരുടെ കൈകളിൽ ചെന്ന് പെട്ടു. നേരത്തെ സംസാരിച്ചാലും ചിലപ്പോൾ ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാനായിരുന്നു അകത്താണെങ്കിലും. പക്ഷെ അകത്താണെങ്കിൽ പോലും എനിക്ക് പേടിയായിരുന്നു. ഹോട്ട് സീറ്റ് അയ്യോ ആ ഒരു ഇതിൽ ഇരിക്കുക. എങ്ങാനും സംസാരിച്ചു കഴിഞ്ഞ് വഴക്കായി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഓർത്ത് വേണ്ട, ഇങ്ങനെ മാറി മാറി പോകാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നൈസായിട്ട് സ്കൂട്ടായി പൊക്കോണ്ടിരിക്കുവായിരുന്നു. പിന്നെ നമുക്കിനി നമ്മുടെ ഒരു സീരിയസ് ടോക്കിലേക്ക് അറിയാം. ഞങ്ങൾ സീരിയസ് ഒന്നും ആക്കാൻ പോകുന്നില്ല എങ്കിലും പറയട്ടെ. ശൈത്യ ഇപ്പം നമ്മൾ നെറ്റിലൊക്കെ അടിച്ചു കൊടുത്താലും വരുന്നത് സിനിമാ നടി, ഒരു 5-6 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ഗ്യാപ്പ് എടുത്തു അല്ലേ? ഗ്യാപ്പ് വന്നല്ല, ഗ്യാപ്പ് എടുക്കുക ചെയ്തത് പഠിത്തത്തിന് വേണ്ടിയിട്ട്. 5 years ഗ്യാപ്പ് എടുത്തു. 6 years ഓഫ് കോഴ്സ് ഒരു ലോ പെർസ്യൂ ചെയ്യാനുള്ള സമയം അല്ലേ. അതിനുശേഷം പ്രാക്ടീസിന് കയറി. അതിനുശേഷം പിന്നെയും കലാരംഗത്തേക്ക് തിരിച്ച് വന്നതിന്റെ ആയിരുന്നു എനിക്ക് തോന്നുന്നു അമ്മയും മകളും എന്ന് പറഞ്ഞ ഷോ അല്ലേ. അതിനുശേഷം അമ്മയുടെ എൻട്രി ബമ്പർ ചിരി ആയിരുന്നു. അവിടെ പൊളിച്ചടുക്കി, പിന്നെ അടുത്ത ഷോയിലേക്ക് പൊളിച്ചടുക്കി. അങ്ങനെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് എൻട്രി വരുന്നത് അല്ലേ. കാരണം ഒരു ഷോ ഇച്ചിരി വൈറലായിരുന്നല്ലോ, ഇച്ചിരി നെഗറ്റീവായിട്ട് വൈറലാകുണ്ടായി. അതിനുശേഷം നെഗറ്റീവ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചാനലിന് ഇന്റർവ്യൂ കൊടുത്തതിന്റെ ബേസിലും പിന്നെ അതായത് സോഷ്യൽ മീഡിയ ഇന്റർവ്യൂ കൊടുത്തു നിങ്ങളല്ലേ. അതെ, ആൾക്കാർക്ക് അറിയില്ല. ലൈക്ക് ഒരാളെ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡിൽ സോഷ്യൽ മീഡിയയിൽ റീൽസിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കാണുന്നത് വെച്ചിട്ടാണ് ഒരാളെ ജഡ്ജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഷോ നടന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നോ അല്ലെങ്കിൽ എന്താണ് സത്യാവസ്ഥയെന്ന് മനസ്സിലാക്കാൻ ആൾക്കാർ തയ്യാറല്ല. ലൈക്ക് ഒരു സാധനം കാണുന്നു, ഇവളിങ്ങനെ, അപ്പൊ അവളെ വെച്ചിട്ട് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് നടത്തുന്നു. അതാണ് ആക്ച്വലി ഞങ്ങളുടെ ഇടയിൽ നടന്നത്. എൻ്റെ അമ്മയുടെ പേര് ഒക്കെ മാറി അഹങ്കാരികളായ അമ്മയും മോളും എന്നൊക്കെ ഉള്ള പേര് വന്നു. അപ്പൊ ഞങ്ങൾ തന്നെ കണ്ടിട്ട് ഞെട്ടിപ്പോയി. ആദ്യം നമ്മൾ ഈ ഒരു ഷോയിൽ നിന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്ത് ഇറങ്ങി, പ്രൈസ് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ തൊഴുത് നമുക്ക് വേണ്ടെന്നും പറഞ്ഞു ക്രിയേറ്റീവ് ഒന്നും ചെയ്തില്ല. അവിടെ ട്രോഫി വലിച്ചെറിയുകയോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ബഹളം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് തന്നില്ല, പ്രൈസ് തന്നില്ല, ഒന്നും പറഞ്ഞില്ല. നമ്മൾ തൊഴുതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഒരു റെസ്പെക്റ്റോട് കൂടി തന്നെ ആ ഒരു സ്റ്റേജിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇറങ്ങിപ്പോകുന്നത്. പിന്നെ നമ്മളൊരു ഇന്റർവ്യൂ കൊടുത്തു. അവിടെ നടന്ന ഫുൾ കാര്യങ്ങളും പറഞ്ഞിട്ടായിരുന്നു ആ ഇന്റർവ്യൂ കൊടുത്തത്. പക്ഷെ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അവർക്ക് വേണ്ടുന്ന സാധനം മാത്രം അവർ പബ്ലിഷ് ചെയ്തു. അപ്പൊ അത് കാണുമ്പം ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് തോന്നും, ഇവരങ്ങനാണ് ഇങ്ങനെയാണ്. ഫസ്റ്റിന് വേണ്ടിയിട്ട് ഇപ്പോഴും എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ അതാണ്, ഇവക്ക് ഫസ്റ്റ് കൊടുക്കണേ, ഇവക്ക് ഫസ്റ്റ് കൊടുത്തില്ലെങ്കിൽ അവൾക്ക് പ്രശ്നമാണ്. ലൈക്ക് ഞങ്ങൾക്ക് ഫസ്റ്റ് വേണമെന്നല്ല നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതെങ്കിലും ഒരു പ്രൈസ് ആണെങ്കിലും കിട്ടണമായിരുന്നു. നമ്മൾ അത്രയും മീൻസ് ലാസ്റ്റ് വരെ പോവാതെ ആദ്യത്തെ 3 പൊസിഷൻസ് ഉണ്ടായിരുന്നു, അതിലേതെങ്കിലും ഒരു പ്രൈസ് കിട്ടണമായിരുന്നു. മീൻസ് ഫസ്റ്റ് കിട്ടാനുള്ള അത്രയും പെർഫോമൻസ് ആദ്യം തൊട്ടുള്ള എപ്പിസോഡ് തൊട്ട് ലാസ്റ്റ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. പക്ഷെ അതിനകത്തുള്ള പകുതി സാധനങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടണമായിരുന്നു. ഈ സാധനമാണ് നമ്മൾ കാണുന്നത്. രാത്രി നോക്കുമ്പോൾ ഷോർട്സിനകത്തും റീൽസിനകത്തൊക്കെ ഇത് വരുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു ഇതെന്താ ഇങ്ങനെ. എന്നിട്ട് ആളിനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, നമ്മൾ സെക്കൻഡ് പാർട്ട് ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സെക്കൻഡ് പാർട്ട് പിറ്റേ ദിവസം തന്നെ വന്നു ആ ഒരു ഇന്റർവ്യൂവിന്റെ. പക്ഷെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവരത് കട്ട് ചെയ്ത് കളഞ്ഞു, അവർ ഫുൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പൊ നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, അത് ബൈ മിസ്റ്റേക്ക് അങ്ങനെ വന്നതാന്ന്. അപ്പൊ മനസ്സിലായി ഓക്കെ, ഒന്നെങ്കിൽ ചാനലിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പ്രഷറോ എന്തെങ്കിലും സംഭവം കണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ കാണുന്ന ആളുകൾക്കാണ് പ്രശ്നം. ഇപ്പൊ ആ ചാനലിലുള്ള ആരെ കണ്ടാലും അല്ലെങ്കിൽ ആ ഷോ ഡയറക്ടറിനെ നമ്മൾ ഇപ്പം കണ്ടപ്പോൾ നമ്മൾ സംസാരിക്കാറുണ്ട്, നമ്മുടെ ഓരോ പ്രോജക്ട്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. കാണുന്നവർക്കും പിന്നെ ഈ ഒരു ഇന്റർവ്യൂ നടത്തിയ ആൾക്കാർക്കും ആയിരുന്നു പ്രശ്നം. ഓക്കെ, അപ്പം വളരെ കൃത്യമായിട്ടൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല എങ്കിലും ഒരു എക്സ്പ്ലനേഷൻ പോലെ നമുക്ക് നാട്ടുകാർ എടുക്കട്ടെ. ഞാൻ ആക്ച്വലി ബിഗ് ബോസിലാണെങ്കിലും എനിക്ക് ഇത്ര സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല. ഒരുപാട് ഇന്റർവ്യൂസിന് പല ചാനൽസും വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ എവിക്റ്റായി ഇറങ്ങിയപ്പോൾ പോലും ഞാൻ അപ്പോഴൊന്നും പ്രതികരിച്ചില്ല. എന്തിനാണ്? എനിക്ക് ഞാൻ ആരാണെന്ന് അറിയാം. പിന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിനും അറിയാം അവരുടെ ഓരോരുത്തരുടെ അടുത്തും ഞാൻ എങ്ങനെയായിരുന്നു ബിഹേവ് ചെയ്തതെന്നുള്ള. അപ്പൊ അതിനി പുറത്തു വന്നിട്ട് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ ഇന്റർവ്യൂസിനും കൊടുത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു സംഭവം, റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഒരു നെഗറ്റീവ് ഷെയ്ഡ്സ് ആൾക്കാർക്ക് തരുന്നതാണെന്ന്
കുറച്ചധികം, കാരണം 7ാമത്തെ സീസണിലാണ് നമ്മൾ എല്ലാവരും നമ്മൾ രണ്ടുപേരും പങ്കെടുക്കുന്നത്. ആ 7ാമത്തെ സീസണിന് മുമ്പുള്ള സീസൺ വരെയുള്ള ആൾക്കാർക്കും പങ്കെടുത്തവർക്കും ഒക്കെ അറിയാം. എനിക്കൊന്ന് ശൈത്യ ഈ ഫിലിം ഫീൽഡും സീരിയൽ ഫീൽഡൊക്കെ ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അറിയാൻ പറ്റും, കണക്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. എന്ന് വെച്ചാൽ അവിടെ പോയവരുടെ എക്സ്പീരിയൻസ് എന്തായാലും ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും അറിയാം ശൈത്യയെ സംബന്ധിച്ച് ശൈത്യ ഭയങ്കര കോമഡി ചെയ്യുന്ന ഒരാളാണ്. ആൾക്കാരെ ചിരിപ്പിക്കും. ശൈത്യയോട് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ തകടിക്കുക, എവിടുന്നെങ്കിലും കൊണ്ടുവരും. നല്ല രീതിക്ക് പെട്ടെന്ന് നമ്മളോട്ട് ചെയ്യുന്ന റീൽസിൽ തന്നെ തന്റെ അഭിനയം സെപ്പറേറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നാച്ചുറൽ ആയിട്ടാണ് ഞാൻ വെച്ച് കെട്ടി അഭിനയിക്കുമ്പോൾ താൻ നാച്ചുറൽ ആയിട്ട് അഭിനയിക്കും. ബിക്കോസ് യു ഹാവ് ആൻ ഇൻബോൺ ടാലൻസ് വിത്ത് യു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ബിഗ് ബോസിൽ പോകാനുള്ള തീരുമാനം തന്നെ എടുത്തത്? ആക്ച്വലി എനിക്ക് ഈ വർഷം 2025 ആയപ്പോഴേക്കും എനിക്ക് ഇങ്ങനെ എൻ്റെ മനസ്സ് പറയാൻ തുടങ്ങി. എൻ്റെ മനസ്സ് ഇതുവരെ എനിക്ക് തോന്നാത്തൊരാഗ്രഹം. ബിഗ് ബോസ് നമ്മൾ ഫസ്റ്റ് സീസൺ തൊട്ട് കാണാറുണ്ട്. എൻ്റെ കുറേ ഫ്രണ്ട്സ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ള എന്താണ് സംഭവം എന്നുള്ളത് ഇതുവരെ പിടികിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോഴും എനിക്ക് പോകണമെന്നുള്ളൊരു, എൻ്റെ വീട്ടിൽ പോലും ആരും പറഞ്ഞിട്ടില്ല നമുക്ക് ബിഗ് ബോസിൽ പോയി നോക്കിയാലോ, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. പക്ഷേ ഈ കഴിഞ്ഞ വർഷമായപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ, ജനുവരി ആയപ്പോൾ തന്നെ എനിക്കിങ്ങനെ ബിഗ് ബോസിൽ ബിഗ് ബോസിൽ പോയാൽ നല്ലതായിരിക്കുമല്ലോ. പിന്നെ ഈ സൈബർ അറ്റാക്ക്, അമൃത ടിവിയിലെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഒരു വാശിയായി. അതെ, അത് 2024 നമ്മുടെ ബിഗ് ബോസ് 2025. അപ്പം അന്ന് എനിക്കൊരു വിഷമമുണ്ടായി. കാര്യം ആളുകൾ ഞാൻ എന്താണെന്നോ അല്ലെങ്കിൽ അമ്മ എന്താണെന്നോ അറിയാണ്ടാണ് ഈ ഓരോന്നൊക്കെ പറഞ്ഞ് ജഡ്ജ് ചെയ്യുന്നതും നമ്മളെ വളരെ മോശമായിട്ട് കമൻറ്റ് ചെയ്യുന്നതും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതൊക്കെ. അപ്പോൾ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. അതിനല്ല കുറേ ചാനൽസിനകത്തൊക്കെ മീൻസ് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു ഇവർക്കിനി ഒരു പ്ലാറ്റ്ഫോമും കിട്ടത്തില്ല, അത് കിട്ടത്തില്ല, ഇത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹവും വാശിയും, ഓക്കെ എനിക്ക് എന്തെങ്കിലും ബിഗ് ബോസ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായിരിക്കും, നല്ലതായിരിക്കത്തില്ലേ, ലൈക്ക് ഞാനെന്നുള്ള വ്യക്തിനെ ഓപ്പൺ ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് തോട്ട്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിച്ചപ്പോഴേക്കും അച്ഛനും അമ്മയ്ക്ക് ഇൻട്രസ്റ്റഡ് ആയി. എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു അച്ഛനും അമ്മനെ പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്ത് പറഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യും. അതിപ്പോൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിൽ അത് നല്ല രീതിയിൽ പറഞ്ഞു തരും, എൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞു തരും. നല്ലതാണെങ്കിൽ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യും എല്ലാ കാര്യങ്ങൾക്കും. ഒന്നും അങ്ങനെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് നോന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് പറഞ്ഞപ്പോഴും അമ്മയ്ക്ക് ഫുൾ അങ്ങോട്ട് ഞാനിപ്പോ ആലോചിക്കുന്ന ഞാനും അമ്മയും കൂടി കേറിയാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മള് ലാസ്റ്റ് വരെ നിന്നേനായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം എന്നെക്കാട്ടി കുറച്ചുകൂടി സ്ട്രോങ് അമ്മ. അപ്പോൾ അങ്ങനൊക്കെ തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ 2-3 സീസണിന് മുമ്പ് ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് എടുത്ത് ചോദിച്ചു, എടി ഇങ്ങനെ എനിക്ക് ബിഗ് ബോസിൽ പോകണം, നിന്റെ അഭിപ്രായം എന്താ? അപ്പോൾ നീ പോകും, നല്ലതല്ലേ, നിനക്ക് ഒരുപാട് ടാലൻസ് ഉണ്ട് ആണല്ലേ, എന്നാ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞില്ല കേട്ടോ, നിനക്ക് ഒത്തിരി ടാലൻസ് ഉണ്ടല്ലോ, നീ പോയി നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആവേശം കയറി. നമ്മൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും ഫസ്റ്റ് ഓഡീഷന് പാസ്സായി. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സെക്കൻഡ് ഓഡീഷൻ ആയപ്പോഴും നേരിട്ടുള്ള ഇൻ്റർവ്യൂവും കാര്യത്തിനൊക്കെ അവർക്ക് ഓക്കെ ആയിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. ഞാൻ സംസാരിച്ച രീതിയും എല്ലാം ഓക്കെ. അപ്പോൾ അപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ ഭയങ്കര ഞാൻ എന്നെ പോയിട്ട് പറയാമല്ല. കാര്യം എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫാമിലിയൊക്കെ ഭയങ്കര പാവങ്ങൾ, ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് പേഴ്സണാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, നല്ലൊരു കാര്യങ്ങൾ മീൻസ് എന്തെങ്കിലും ഒരു സിനിമയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തൊരു കാര്യങ്ങളും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഫാമിലി മീൻസ് റിലേറ്റീവ്സിൻ്റെ അടുത്തോ ആരുടെങ്കിലും അടുത്ത് ഷെയർ ചെയ്യും. പക്ഷെ അത് നടക്കത്തില്ല. അപ്പോൾ എൻ്റെ മനസ്സിലൊരു സാധനം ഉണ്ടായി, ഓക്കെ ബിഗ് ബോസ് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു, സോ അതുകൊണ്ട് ആരോടും പറയണ്ടെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു ഞാൻ ബിഗ് ബോസിൽ സെലക്ട് ആയെന്നുള്ള കാര്യം. അങ്ങനെ ബിഗ് ബോസിൽ ചെന്നു. ഇന്നത്തെ കാര്യമൊന്നും പറയണ്ട. അല്ല, എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവം, നമുക്ക് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് ബിഗ് ബോസ് അങ്ങനാണ് ഇങ്ങനെയാണ്, ഒത്തിരി പാടാണ്. പക്ഷെ ഇത്രയും പാടാന്ന് ഞാൻ വിചാരിച്ചില്ല. ആ ഒരു ലൂപ്പ് ഹോളിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പുറത്ത് വന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീടിനകത്തൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അതിന്റെ പരസ്യം കണ്ടപ്പോൾ എനിക്കൊരു ഹൃദയത്തിന്റെ ഉള്ളിലുള്ള വേദന, നമ്മൾ ഷെയർ ചെയ്ത സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. അപ്പൊ ബിഗ് ബോസിന്റെ അകത്ത് ഞാൻ പോയപ്പോഴാണെങ്കിൽ പോലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോഴും എനിക്ക് പേടിയാതെയും എനിക്ക് കിട്ടിയോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ഞാൻ കാല് കുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ
ഞാൻ ഹൗസിനകത്തേക്ക് കയറുവാണ്. അപ്പോൾ നോക്കിയപ്പോൾ കുറേ സ്ട്രേഞ്ചേഴ്സ്, ആ കൂടി ഷാരൂനെ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ കുറേ പേര് പ്രഡിക്ഷൻ ലിസ്റ്റിലും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷെ അവർക്കൊക്കെ ഞാനൊരു പുതുമയായിരുന്നു, കാര്യം ഞാൻ ആരോടും പറയാത്തതുകൊണ്ട് എൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊന്നും വന്നില്ല. അപ്പം ഞാൻ കയറി ഫസ്റ്റിൽ തന്നെ അനുവാണ് എനിക്ക് കൈ വന്ന് അകത്തേക്ക് കയറ്റിയത്. അപ്പം അങ്ങനെ കയറി ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ഡ്രസ്സില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫുൾ കട്ടായി. കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അച്ഛൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നത്. അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ ഞാനില്ലാത്തതുകൊണ്ട് അവർക്ക് വിഷമമാകുമോ, ഞാൻ എങ്ങനെ ഇവിടെ ഇവരെല്ലാവരുമായിട്ട് എങ്ങനെ കമ്പനിയാകും, എങ്ങനെ മിങ്കിളാകും. അതെ, അതൊരു പ്രോബ്ലമായിരുന്നു. പിന്നെ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നവരുടെ അടുത്ത് ഞാൻ പെട്ടെന്ന് ക്ലോസ് ആവത്തുള്ളൂ, അല്ലാത്തടത്ത് ചിരിച്ച് കളിച്ച് ഹായ് ബൈ ആ ഒരു മൈൻഡിൽ നിൽക്കത്തുള്ളൂ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ടോട്ടലി നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് അല്ല അകത്ത്. അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് അത് ഒരു 2-3 ദിവസം ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു. ലൈക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. നമ്മൾ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിൽ ഇങ്ങനെ ബഹളങ്ങളോ അല്ലെങ്കിൽ ചുമ്മാ വഴക്കുണ്ടാക്കുന്നു ഒന്നും കേട്ടില്ല. തെറി വരെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ. അപ്പം ഞാനിതൊക്കെ കണ്ട് ബ്ലാങ്ക് ആയിട്ട് നിൽക്കുക. നമ്മൾ രണ്ടുപേരോട് ആണെങ്കിലും ഞാൻ പറഞ്ഞേ ലൈക്ക് വഴക്കുണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഇത് ഓരോരുത്തരും അവിടെ വഴക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം എനിക്ക് അപ്പോഴും മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ്. പക്ഷെ ഞാൻ ഓരോരുത്തരെ ഒബ്സർവ് ചെയ്തു, ഇവരെങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ട്. ഫസ്റ്റ് ഡേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. സെക്കൻഡ് ഡേ തൊട്ട് ഞാൻ ഓരോരുത്തരെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ഇവരിങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. ഞാൻ വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, നീ ഇങ്ങനെ അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യുന്നതൊക്കെ സെയിം തന്നെ ഓപ്പോസിറ്റുള്ള ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന്. അപ്പോൾ ഞാൻ ഓർത്ത് ആദ്യത്തെ 2-3 ദിവസം ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പക്ഷെ ഉണ്ടല്ലോ അവർ ചെയ്ത ഏറ്റവും വലിയൊരു ടാസ്ക് എന്നല്ല, നമ്മളെ തന്നെ ഇല്ലാതാക്കി കളയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ ഓക്കെ, നമുക്ക് ഡ്രസ്സില്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷെ ആ ആദ്യത്തെ ടാസ്ക് രാത്രിയിൽ പുറത്ത് കിടക്കുന്ന ടാസ്ക് മീൻസ് ഉറക്കം എന്ന് പറഞ്ഞ സാധനമില്ല. അതായത് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല, പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പട്ടി ഉരയ്ക്കും. പക്ഷെ കാണുന്ന പ്രേക്ഷകർ വിചാരിച്ചത് ചിലപ്പോ നമുക്ക് 2-3 മണിക്കൂർ ഉറങ്ങാൻ സമയം കിട്ടിക്കാണോന്ന്. ഷാരൂന് അറിയാലോ. അതെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ 2ാമത്തെ ദിവസം കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഞാൻ ചെന്ന് എനിക്കൊന്ന് പിന്നിടിക്കലാണോ ആരോടിക്കലോ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ കുട്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, കാരണം കണ്ണ് ചിമ്മ എന്താ പറഞ്ഞാൽ മനസ്സിലായി. അതായത് അവർ എന്നെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു ടാസ്ക് വെച്ചത്. ആരാണെങ്കിലും മനുഷ്യന്മാരല്ലേ, ഉറങ്ങിപ്പോവും. പക്ഷെ എനിക്കതൊരു വാശിയായിരുന്നു. എല്ലാവരും ഞാൻ ആക്റ്റീവ് അല്ല എന്ന് പറയുമ്പോൾ ഓക്കെ ഞാൻ ആക്റ്റീവ് ആണെന്ന് കാണിച്ചു കൊടുക്കണം. ഞാൻ ഉറങ്ങാണ്ട് 3-4 ദിവസം ഉറങ്ങാണ്ട് അങ്ങനെ തന്നെ ഇരുന്നു. പക്ഷെ അതിന് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ട്രോഫി തരേണ്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാബുമാൻ അവിടെ മറ്റേ ഒന്നും അനങ്ങാതെ പുറത്ത് നിന്നൊരു ടാസ്ക് കൊടുത്തല്ലോ, അതേപോലെ അതിനേക്കാളും കുറച്ചുകൂടെ ടഫ് ടാസ്ക് ആയിരുന്നു ശൈത്യക്ക് തന്നത്. പക്ഷെ അത് അവിടെ അതെന്തിനായിരുന്നു ആ ടാസ്ക്? അതെ, അവിടെ നടന്ന പല ടാസ്ക് എന്തിനായിരുന്നു നമുക്ക് ഇപ്പോഴും അറിയില്ല. വേറൊരു കല്ല് ടാസ്ക് ഉണ്ടായിരുന്നു, ആ കല്ല് ഇപ്പോഴും പിന്നീട് മറ്റേ ഉരുളൻ കല്ലുകളല്ലേ. എന്തിനായിരുന്നു ആ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞാൽ എന്ത് പ്രയോജനപ്പെട്ടു? അവർ തന്നെ മറന്നുപോയി ആ ടാസ്ക് എന്തിനായിരുന്നു. അത് കലക്കി. ടാസ്ക് എന്തിനായിരുന്നു അതും അവർ മറന്നു. എല്ലാം പല ടാസ്കുകൾ ഇത്തവണത്തെ ബിഗ് ബോസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലൂപ്പ് ഹോളിലായ പോലെ തന്നെ ഡയറക്ഷൻ ടീമിലും ഒരു ലൂപ്പ് ഹോളായി പോയെന്ന് തോന്നുന്നു. പല കാര്യങ്ങൾക്കും ഒരു എന്താ പറയുന്ന ഒരു അവസാനമില്ലാതായി പോയി, ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല ഒന്നിനും. അതിന് പകരം അടുത്തതിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം. ലൈക്ക് അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അവർ ആ ഒരു സ്ക്രിപ്റ്റ് ഏതൊരു ഷോയ്ക്കാണെങ്കിലും ഉറപ്പായിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. അതുപോലെ ബിഗ് ബോസിനും സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റ് പൊട്ടിച്ച ടീംസ് ആയിരിക്കും നമ്മൾ. ബട്ട് അവര് ഓരോരുത്തരെയും ക്യാരക്ടറൈസ് ചെയ്ത് പുറത്തേക്ക് വിടുന്നത് ലൈക്ക് ഒരു നായകൻ, നായിക അല്ലെങ്കിൽ ചേച്ചി ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കാത്തോണ്ട് വില്ലത്തി ആക്കി അവരെന്നെ ആ ഒരു ക്യാരക്ടറിലേക്ക് അങ്ങ് മാറ്റി. നായിക ഉണ്ടായിരുന്നു, നായകനുണ്ടായിരുന്നു. ചിന്തിച്ചാൽ മനസ്സിലാവും ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്. ഇതൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും. ശൈത്യക്ക് എന്താണ് ശരിക്കും ഈ ബിഗ് ബോസ് ഒരുപാട് പ്രതീക്ഷയോടെ ഞാനിത് അച്ചീവ് ചെയ്തു എന്നും പറഞ്ഞ് അതിനകത്തോട് കയറുന്ന ശൈത്യനോട് പറഞ്ഞു. അതായത് ഞാൻ അവിടെ എനിക്കിത് കിട്ടിയല്ലോ, മീൻസ് എല്ലാവരുടെ ഒരു സ്വപ്നമായിരുന്നു. കയറുന്നതിന് മുമ്പ് വരെ എല്ലാവരുടെ ഒരു സ്വപ്നമായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 100 കണക്കിന് ആൾക്കാരിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ലാസ്റ്റത്തെ 25 പേരെ മാത്രമാണ് അവരെടുക്കുന്നത്. ആ 25 പേരിൽ ഒരാളായി താൻ മാറി. അത് അവിടെ കാല് കുത്തുന്നവരെയും അല്ലെങ്കിൽ കാല് കുത്തിയതിനു ശേഷം ഞാനിവിടെ എത്തിയല്ലോ എന്നോർത്ത് അഭിമാനിച്ചു എന്ന് പറഞ്ഞു. ബിഗ് ബോസ് എന്താണ് ശൈത്യക്ക് പക്ഷെ സമ്മാനിച്ചത്? സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക്
മീൻസ് അമൃത ചാനലിൽ എനിക്ക് അത്രയും നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞത് ഇനി നിനക്കൊരു പ്ലാറ്റ്ഫോം കിട്ടത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിലാണ് ഞാൻ പോയത്. ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും നമ്മൾ ആ ഒരു 25 വരണമെങ്കിൽ നമുക്ക് അത്രയും ഒരു കഴിവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവര് സെലക്ട് ചെയ്യത്തുള്ളൂ. ചുമ്മാ പോയി ചെന്ന് അല്ലെങ്കിൽ ഓഡീഷന് പോയി എന്ന് പറഞ്ഞിട്ട് കിട്ടണമെന്നില്ല. അത്രയും കഴിവുണ്ടെങ്കിൽ മാത്രമേ അവർ സെലക്ട് ചെയ്യത്തുള്ളൂ. അതിൽ എനിക്ക് എത്താൻ പറ്റി. പിന്നെ നെഗറ്റീവ് പറയുന്നവർ കിടന്ന് പറയത്തേ ഉള്ളൂ. പക്ഷെ പുറത്തിറങ്ങി കഴിയുമ്പം ഇന്നും ആൾക്കാർക്ക് ഞാൻ ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ പേര് രജിസ്റ്റർ അല്ലായിരുന്നു. പല ഷോസിനകത്തും പല ചാനൽസിലും പല പല പേരുകളായിരിക്കും. പക്ഷേ ഇന്നിപ്പം മലയാളികൾക്ക് ശൈത്യ എന്ന് പറയുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്, എൻ്റെ പേര് എടുത്ത് വിളിക്കുന്നുണ്ട്. ഞാൻ പുറത്ത് പോകുമ്പോഴാണെങ്കിൽ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് പേര് സംസാരിക്കാറുണ്ട്, എൻ്റെ പേരെടുത്ത് വിളിച്ച് സംസാരിക്കും, കുഞ്ഞു പിള്ളേരാണെങ്കിൽ പോലും. അതെനിക്ക് ഭയങ്കര പ്രൗഡാണ്. ബിഗ് ബോസ് ആണ് എനിക്ക് ആ ഒരു കാര്യം സമ്മാനിച്ചത്. അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. പിന്നെ നമ്മൾ സർവൈവ് ചെയ്യാൻ പഠിച്ചു, അതേപോലെ തന്നെ കുറച്ചുകൂടി ബോൾഡ് ആവാൻ പഠിച്ചു. ഞാൻ എവിക്റ്റ് ആയി കഴിഞ്ഞ് എനിക്ക് ഒരുപാട് സൈബർ അറ്റാക്ക് ഉണ്ടായി. അപ്പോഴും ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിട്ട് തന്നെ ആയിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ കുറെ കൂടി സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇനി ആരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എന്നെ അതൊന്നും ഏക്കത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. അതെനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ട്രോങ്, പക്ഷേ ഇത്രയും വൈകിയ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ടോക്ക് ഷോ ിലേക്ക് നാം വന്നത് ഒരുപക്ഷെ ആ ഒരു ആർജവം, ആ മുഖത്ത് ആ ഒരു പ്രസൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അന്ന് ഇറങ്ങിയ ശൈത്യമല്ല ഇന്ന്. നമ്മൾ ഒരുമിച്ചാണ് ഇവൻ ഫിനാലേക്ക് വരെ നമ്മൾ ചെന്നതും തിരിച്ചു വരുമ്പോൾ താൻ വേറെ സ്ഥലത്തേക്ക് പോയി, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ അന്ന് കണ്ട ശൈത്യയുടെ മുഖം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആ ശൈത്യമല്ല ഇന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതിലെനിക്ക് ആസ് എ കൊളീഗ് എന്ന നിലയിലും ഒരു ഫ്രണ്ട് എന്ന നിലയിലും ഒരു ഇന്റർവ്യൂവർ എന്ന നിലയിൽ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം അതുപോലെ സൈബർ അറ്റാക്ക് നേരിട്ടൊരു വ്യക്തിയാണ്. കാരണം തൻ്റെ ഫിനാലെ സമയത്ത് തൻ്റെ ഒരു മുഖഭാവത്തിൻ്റെ പേരും പറഞ്ഞ് ഇന്നും ഇമോജികളോടെ കറങ്ങുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് സോഷ്യൽ മീഡിയയോട് ദേഷ്യവും വെറുപ്പും വരുന്നൊരു കാര്യമാണ്. ഒരാളോട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം താൻ ഈ പറഞ്ഞ പോലെ എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു റിയാലിറ്റി പ്ലാറ്റ്ഫോം മാത്രമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്, അല്ലേ? ആ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ തൻ്റെതായ ഒരു സിഗ്നേച്ചർ പതിപ്പിക്കാനാണ് താൻ പോയത്. താൻ അത് മനോഹരമായി ചെയ്യുകയും ചെയ്തു. അത് നെഗറ്റീവ് പോസിറ്റീവ് ആയിക്കോട്ടെ. എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് വെച്ചാൽ ഞാൻ അവിടെ ഉള്ള ഓരോ കണ്ടസ്റ്റൻസിനും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും, അതായത് നമ്മൾ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, നമ്മുടെ ഷോയുടെ തന്നെ ഒരു ലൈൻ കട്ട്. ഓക്കെ, അതിനകത്ത് ചോദിക്കുമ്പോൾ പല ആൾക്കാരും ശൈത്യ ഈസ് എ ജെനുവിൻ പേഴ്സൺ അല്ലെങ്കിൽ ശൈത്യ ഈസ് എ ജെം അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ആരോട് ചോദിച്ചാലും അവിടെ ഉള്ള ഓരോ കണ്ടസ്റ്റൻസിന്റെ അടുത്ത് ചോദിച്ചാലും ശൈത്യ അങ്ങനെയാണെന്നേ പറയത്തുള്ളൂ. ലൈക്ക് അതുപോലെയാണ് ഞാൻ അവരുടെ എല്ലാവരുടെ അടുത്ത് നിന്നത്. ഞാൻ ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു വഴക്കുണ്ടാക്കുമ്പോൾ പോലും പിന്നീട് എപ്പോഴാണോ താനൊരു ദുഷ്ടയായിട്ട് മാറി അതെങ്ങനെ ചിത്രീകരിച്ച് പുറത്തിറങ്ങിയെന്ന് എനിക്കറിയത്തില്ല ശൈത്യ. കാരണം ഞാൻ ഇതൊരു എന്താ പറയുക പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല, പക്ഷെ എങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല. അതായത് ഇപ്പോൾ അവരൊരു പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു ശൈത്യ. അവിടെ എല്ലാവർക്കും അറിയാം ഭക്ഷണത്തിന് ഭയങ്കര കമ്മിയായിട്ടൊരു അവസ്ഥയായിരുന്നു. ആ ഭക്ഷണം പല ദിവസങ്ങളിൽ ശൈത്യ അവിടെ പട്ടിണിയായിരുന്നു എന്നുള്ളത് അവിടെ ഇരുന്ന പല കണ്ടസ്റ്റൻസിനും അറിയാം. എനിക്ക് മാത്രമല്ല അവിടെ അന്ന് ഉണ്ടായിരുന്ന പല കണ്ടസ്റ്റൻസിനും അറിയാം. ശൈത്യ ചിലപ്പോൾ ഒരു കഷ്ണം എനിക്ക് ഒരു കഷ്ണം മതി ചേച്ചി, ഞാൻ അത് കുളിക്കാൻ പോകുമെന്ന് പറഞ്ഞ് ഒരു പിടി വാങ്ങിച്ചിട്ട് മാത്രം പോയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശൈത്യക്ക് അവിടെ. അപ്പോൾ അത്രയും ജെന്യുവൻ ആൻഡ് ജെമ്മായിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. എനിക്ക് പേഴ്സണലി അറിയാം ഇപ്പോൾ തന്നെ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇൻട്രോ ആദ്യം കൊടുത്തത്. എൻ്റെ പേരിൽ എന്ത് ട്രോൾ വന്നാലും ഞാനും എൻ്റെ ചാനലോ സ്വീകരിക്കുന്നതാണ്. കാരണം അതാണ് അതിൻ്റെ സത്യം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫിനാലിൽ അത്രയും നെഗറ്റീവ് വരാനുള്ള ഒരേ ഒരു റീസണേ ഉള്ളൂ, ഞാൻ ഇരുന്ന ഇരുപ്പ്. എങ്ങനെയാണെന്ന് കാണിക്കാവോ? അത് ആക്ച്വലി അനുമോൾക്ക് കപ്പ് കിട്ടിയതിന്റെ ബേസിലോ അല്ലെങ്കിൽ അവൾക്ക് ഫസ്റ്റ് വന്നതിന് എനിക്ക് അസൂയ തോന്നിയിട്ടോ അങ്ങനെയൊന്നുമില്ല. ഇവക്ക് അസൂയാണ് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത്. ശൈത്യയെ കുറിച്ച് ഒരു മോശം വാക്ക് പോലും ഒരു ഇന്റർവ്യൂലും ഒന്നും പറഞ്ഞിട്ടില്ല. ശൈത്യന്റെ പേര് പോലും അനുമോള് പറഞ്ഞിട്ടില്ല. ശൈത്യ എന്നോട് അങ്ങനെ ചെയ്ത് നിന്നേ വരെ ആ ഒരു ക്യാരക്ടർ അവർ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് പലരും ഇത് പ്രശ്നം മുഴുവൻ എനിക്കൊന്ന് സോഷ്യൽ മീഡിയക്കാർക്കാന്ന് തോന്നുന്നു. ഒരു ക്യാരക്ടേഴ്സും വന്ന് ഇങ്ങനെ പറയാറില്ല. ഇപ്പൊ നമ്മൾ ആരും തന്നെ വന്നിരുന്നിട്ട് ഒരു കണ്ടസ്റ്റൻസിനെയും ആ സമയത്ത് അവരുടെ പ്ലേ പറയുന്നതല്ലാതെ അതിനുശേഷം നമ്മളാരും വന്നിരുന്ന അവരാരും കുറ്റം പറയുന്നില്ല. നമ്മൾ ഗെയിം കഴിഞ്ഞു, നമ്മൾ പെട്ടി തൂക്കി വീട്ടിൽ പോയി. ഇപ്പം ശൈത്യ പറഞ്ഞ പോലെ ശൈത്യയുടെ ഡിറക്ഷനും ശൈത്യയുടെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ശൈത്യയുടെ റീൽസും ശൈത്യയുടെ പഠിത്തവും ഒക്കെയാണ് ശൈത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും പ്രശ്നം പലർക്കും ഇപ്പോഴും ശൈത്യ അനുമോളുമായിട്ട് ആ ഇമോജി ഫിനാലയുടെ ഇമോജിയെ കുറിച്ച് എനിക്കും ആ ഇമോജി കിട്ടിയിട്ടുണ്ട്. കാരണം അതെന്താ സംഭവിച്ചത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതൊരു അവിടെയുള്ള കണ്ടസ്റ്റൻസിനും അവിടെ ഉള്ള ക്രൂ മെമ്പേഴ്സിനും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ആ ഇരുന്ന ഇരിപ്പ് എപ്പോഴത്തേതാന്ന്, അതായത് നമ്മളുടെ ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയുന്നത് 2 ദിവസത്തെ ഷൂട്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഡേ ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുറെ പെർഫോമൻസസ് ഉണ്ടായിരുന്നു, സ്കിറ്റ് ഉണ്ടായിരുന്നു. ആ സ്കിറ്റില് ഞാൻ
അതായത് എനിക്ക് ഭയങ്കര എന്നെ ഹേർട്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ സഹപ്രവർത്തകരായിട്ടുണ്ടായിരുന്ന എന്നെയും എൻ്റെ ഫാമിലിനെയും അത്രയും നന്നായിട്ട് അറിയാവുന്ന എനിക്കൊന്ന് 7th 8th സ്റ്റാൻഡേർഡ് തൊട്ടാണ് ഞാൻ ഏഷ്യാനെറ്റിൽ കോമഡി സ്റ്റാർസിൽ വന്നത്. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും കൂടി ചേർന്നിട്ടൊരു സ്കിറ്റ് ചെയ്തു. ആ സ്കിറ്റിൽ എന്നെ ഭയങ്കര മോശമാക്കണ രീതിയിൽ, എന്നെ അത്ര നെഗറ്റീവ് ആക്കുന്ന രീതിയിൽ മറ്റേ ബാഹുബലിയുടെ സീനൊക്കെ സ്ക്രീനിൽ പ്ലേ ചെയ്തിട്ട് എൻ്റെയും അനുവിൻ്റെയും ഫോട്ടോ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ആ ഒരു ഇമോജി അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു കട്ടിങ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ കണ്ണെല്ലാം നിറഞ്ഞിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇത്രയും എന്നെ വലിച്ചേറും. ഞാൻ എന്ത് ചെയ്തിട്ടാ? അതെ, അതായത് അവിടെ ഒരു സ്കിറ്റ് എന്ന് നടക്കുന്ന സമയത്ത് ഇവർ വല്ലാതെ, അതായത് ആ സ്കിറ്റിനകത്ത് അതൊരു സർക്കാസ്റ്റിക് സ്കിറ്റ് ആയിരുന്നു, പക്ഷെ അത് സ്വഭാവമായിട്ട് എന്നെ കളിയാക്കുമ്പോൾ എന്റെ മുഖം മാറി. ഞാൻ കളിയാക്കിക്കോട്ടെ, അത് നമ്മൾ എന്തെങ്കിലും ചെയ്തതിന്റെ ബേസിലാണ് കളിയാക്കുന്നതെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാം. പക്ഷെ ഞാൻ ചെയ്യാത്തതിന്റെ ബേസിൽ അത് കളിയാക്കുകയും അതേപോലെ തന്നെ ആ സമയത്ത് എല്ലാവർക്കും അത് ഫീലായി. എനിക്ക് മാത്രമല്ല, നമ്മുടെ കൂടെ എല്ലാവർക്കും ഫീൽ ചെയ്തിട്ട് കുറെ പേര് വന്നിട്ട് ആ സമയത്ത് തന്നെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയെന്ന് പോലും നോക്കാതെ കുറെ പേര് വന്നിട്ട് എന്നെ ബാക്കിൽ തട്ടിയിട്ട് പോട്ടടാ കുഴപ്പമില്ല, അവരെന്തെങ്കിലും കാണിക്കട്ടെ. അതേപോലെ തന്നെ എൻ്റെ അടുത്തിരുന്ന ആൾക്കാരും ഒക്കെ എന്നെ പോട്ടെ സാരമില്ല, അവരെന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ആ സ്ക്രീനിൽ ഒന്ന് നോക്കിയതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ നേരെ സ്റ്റേജിലേക്ക് നോക്കി ഞാൻ ഇങ്ങനെ ഒരു ഇരിപ്പിരുന്നു. നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചോ, എനിക്കതൊന്നും പ്രശ്നമല്ല, നിങ്ങൾക്ക് അത് സന്തോഷം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ. ആ ഇരിപ്പാണ് അവിടെ അനുമോക്ക് പ്രൈസ് കിട്ടിയ സമയത്ത് അത് കൊണ്ട് കട്ട് ചെയ്ത് ലാസ്റ്റ് സമയത്ത് പോലും എന്നെ വെറുതെ വിട്ടില്ല അവര്. അതാണ് സംഭവം ആക്ച്വലി. അല്ലാതെ അനുവിന് ഫസ്റ്റ് കിട്ടിയാലും അനീഷേട്ടന് ഫസ്റ്റ് കിട്ടിയാലും ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആർക്ക് ഫസ്റ്റ് കിട്ടിയാലും എനിക്ക് ഒരു പ്രശ്നമില്ല. നമ്മളെല്ലാവരും ഫാമിലി പോലെ തന്നെയായിരുന്നു. പുറത്തിറങ്ങിയാലും നമ്മൾ ഫാമിലി പോലെ തന്നെയായിരുന്നു. അപ്പൊ ആർക്കെങ്കിലും ഒരാൾക്ക് പ്രൈസ് കിട്ടത്തോളം നമുക്കറിയാം. അതിപ്പോ ആർക്ക് കിട്ടിയാലും ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. ഞാൻ ആ സമയത്ത് ഇങ്ങനെ ആയിരുന്നു ഇരുന്നത്. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും എല്ലാം പറഞ്ഞു ഇങ്ങനെ ഇരുന്നത്. കാര്യം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കത്തില്ലേ, ആർക്ക് കിട്ടിയാലും ഓക്കെയാണ്, എന്നാലും നമ്മളൊന്നും പ്രാർത്ഥിച്ചിരിക്കത്തില്ലേ, അയ്യോ ആർക്കാരും കിട്ടുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എൻ്റെ മുഖത്ത്. പക്ഷെ അത് കാണിച്ചില്ല. അതിന് പകരം ഞാൻ തലേദിവസത്തെ സാധനം എടുത്ത് കട്ട് ചെയ്തിട്ടു. അതെനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഞാൻ പ്രതികരിക്കാൻ പോയില്ല. എന്തിനാ വെറുതെ പറഞ്ഞിട്ടും കാര്യമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എടുത്തിട്ട് പോയിട്ട് പിന്നെ അടുത്ത റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ യൂട്യൂബ് ചാനലിൽ കൊണ്ടുപോയിട്ട് അവര് പൈസ ഉണ്ടാക്കും. അങ്ങനെ ഇപ്പൊ എന്നെ വെച്ച് കാശാക്കേണ്ട കാര്യം. സത്യങ്ങൾ പറഞ്ഞതാണ് കുഴപ്പമില്ല. കാരണം നമ്മൾ പിന്നീട് ഒരു ഫംഗ്ഷൻ നമ്മൾ എല്ലാവരും കൂടെ മീറ്റ് ചെയ്തിരുന്നു. അതിനു മുമ്പ് നമ്മൾ എയർപോർട്ടിൽ അങ്ങോട്ട് എൻ്റെ കൂടെ ശൈത്യം വന്നു ഫിനാലയ്ക്ക് പങ്കെടുക്കാനായിട്ട്. അപ്പോൾ അന്ന് നമ്മൾ എല്ലാ മീഡിയാസിനോടും ശൈത്യം നല്ല രീതിയിൽ സംസാരിക്കുകയും ഹാപ്പി ആയിട്ട്, എന്ന് വെച്ചാൽ അതിന് മുമ്പ് ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾ അവർ ഇറക്കി വിട്ടെങ്കിൽ പോലും നമ്മൾ അതെല്ലാം മറന്ന്, ശൈത്യം അതെല്ലാം മറന്നുകൊണ്ട് നമ്മൾ സിയോഫ് ചെയ്യാൻ വന്ന മറ്റേ മീഡിയയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഹാപ്പി ആയിട്ടാണ് നമ്മൾ അവിടുന്ന് ഫ്ലൈറ്റ് കയറുന്നത് ചെന്നൈയിലേക്ക്. പക്ഷെ തിരിച്ചു വന്നില്ല. വാരണാസിക്കാണ് ശൈത്യം പോയത്. ശൈത്യരാമയുടെ ഒരു ടൂറൊക്കെ ആയിട്ട് നിങ്ങൾ പോയി. പക്ഷേ അതും പറഞ്ഞുണ്ടാക്കി ഒളിച്ചോടി പോയെന്ന്. അത് എന്തെങ്കിലും പറയട്ടെ. അവർ ഒളിച്ചോടി പോയ ഒരാൾ ഇപ്പോൾ ജീവനോടെ മുമ്പിൽ വളരെ സ്മൈലിംഗ് ഫേസോട് കൂടി എക്സ്ട്രാ കോൺഫിഡൻ്റ് ആയിട്ട്, എക്സ്ട്രീം ബ്യൂട്ടിഫുൾ ആയിട്ട്, ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പറയാം, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശൈത്യ പേടിത്തൂറിയാണ് അല്ലെങ്കിൽ പേടിച്ചിരിക്കുകയാണോ തോന്നുന്നുണ്ടോ? ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നത്